ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞു വാസലിൻ കൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പല ടിപ്പുകളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ വള തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ കൈകളിൽ ചിലപ്പോൾ വള നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് വള എങ്ങനെ എളുപ്പത്തിൽ ആഹ്, ഊരിയെടുക്കാനും അതുപോലെ ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അതിൽ പറ്റിയ സഹായിക്കുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വാസലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വള ഇടുന്നതിന് മുൻപ് തൊട്ട് മുൻപായിട്ട് നമുക്ക് ഒരല്പം വാസലിന് നമ്മുടെ കൈകളിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരല്പം കൈകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വള ഇടുകയോ ഊരുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ടൈറ്റ് ആയ വളയും കണ്ടോ എളുപ്പത്തിൽ ഊരാനും ഇടാനും സാധിക്കും കേട്ടോ. അപ്പൊ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ വള മാത്രമല്ല കേട്ടോ, നമുക്ക് റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റിങ്ങും നമ്മുടെ വിരലിലൊക്കെ കുറച്ച് വാസലിൻ പുരട്ടിയതിന് ശേഷം നമുക്ക് റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എളുപ്പത്തിൽ ഇടാനും കഴിക്കാനും സാധിക്കും. ഈ വെളിച്ചെണ്ണയേക്കാളും എണ്ണയേക്കാളും ഒക്കെ ഏറ്റവും നല്ല എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരല്പം വാസലിൻ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബാഗൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ നിറച്ചു പോവുകയോ അല്ലെങ്കിൽ പഴയതായി തോന്നുകയോ ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വാസലിൻ എന്ന് പറയുന്നത്. ഒരല്പം വാസലിൻ എടുത്തതിന് ശേഷം ഞാൻ ഇതവിടെ ഒന്ന് പുരട്ടി നോക്കുന്നുണ്ട്. ഒരല്പം വാസലിൻ എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് പുരട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ് നമ്മുടെ ബേഗിനൊക്കെ വരുന്നത്. അപ്പോൾ കണ്ടോ, ജസ്റ്റ് അതിനുശേഷം നമുക്കൊരു കോട്ടന്റെ ചെറിയൊരു നൈസ് തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് നമ്മുടെ ബാഗിന് വരും. അപ്പൊ കണ്ടോ, ശരിക്കും നമുക്ക് ഈ സൈഡും നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാം. അപ്പൊ നല്ലൊരു ഗ്ലേസിങ് നമുക്ക് വരും. കണ്ടോ, ഇത് ബാഗിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സിപ്പിൽ എപ്പോഴും നമ്മൾ കുറച്ച് വാസലിൻ എന്തായാലും ഒന്ന് ടച്ച് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഒരല്പം വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ ഈ സിപ്പിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കാരണം സിപ്പിന് ചിലപ്പോൾ ടൈറ്റ് അതുപോലെ ലൂസ് അത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്ക് ഈ സിബിലൊക്കെ അല്പം തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഈ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡുകളിലൊക്കെ നമുക്കൊരല്പം വാസലിൻ തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ സഹായിക്കും. ഒരല്പം വാസലിൻ സിബ് തേച്ച് കൊടുക്കുക. ബേഗിൽ മാത്രമല്ല കേട്ടോ, നമുക്കിത് നമ്മുടെ പാൻറിന്റെ സിബില് കുട്ടികളുടെ പാൻറിലും ഒക്കെ നമുക്ക് സിബിന്റെ ഈ സൈഡുകളിലൊക്കെ നമുക്ക് കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഇത് കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് തുറക്കാനോ അടക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതുപോലെ പേഴ്സിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. പേഴ്സിലും അതുപോലെ തന്നെ കണ്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട്. ഈ തേച്ച ഭാഗം മാത്രം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് ഇതിനെ വെച്ച് ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അത് പേഴ്സില് ബാഗിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആണ് കേട്ടോ.